ഹലോ ഓൾ, എല്ലാവർക്കും ഐ+ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് 2020 ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡയറി സയൻസ് ഫുഡ് ടെക്നോളജി ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the major defect that occurs in UHT milk during storage? Darkening of color, age gelatation, cooked flavor, absence of beneficial bacteria. അപ്പോൾ ഇത് ഡയറി സയൻസ് അല്ലെ ആ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കി എന്താ ചോദിച്ചിട്ടുള്ളത്, UHT മിൽക്കിൻ്റെ ഒരു മേജർ ഡിഫക്റ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, കളർ ഡാർക്കനിങ് ആവുന്നതാണോ, ഏജ് ജെലാറ്റേഷൻ ആണോ, അല്ലെങ്കിൽ കുക്ക്ഡ് ഫ്ലേവർ വന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അല്ലേ, നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ആബ്സെൻസ് ആണോ, ഇതിൽ എന്താണ് നമ്മുടെ UHT മിൽക്കിൻ്റെ ഒരു മെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം എന്ത് മനസ്സിലാക്കണം, എന്താണ് UHT മിൽക്ക് എന്ന് മനസ്സിലാക്കണം അല്ലേ, എങ്കിൽ മാത്രമേ അതിൻ്റെ ഡിഫക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സോ എന്താണ് UHT മിൽക്ക്? UHT എന്ന് പറയുന്നത് അൾട്രാ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലേ, അൾട്രാ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിങ്ങിൻ്റെ ഷോർട്ട് ഫോം ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, UHT എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ പേര് തന്നെ മനസ്സിലായി അല്ലേ, അൾട്രാ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലേ. അപ്പം നമ്മുടെ മിൽക്കിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുന്ന ഒരു പ്രോസസ്സാണ് UHT എന്ന് പറയുന്നത്. നോക്കിയേ, UHT മിൽക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി റെഫർ to milk that has been processed at high temperature at least 135 degrees Celsius അല്ലേ. അപ്പം മിൽക്കിനെ വളരെ കുറഞ്ഞത് ഒരു 135 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും ചൂടാക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് അൾട്രാ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ UHT എന്ന് പറയപ്പെടുന്നത്. The ultra high heat treatment used to the production of UHT milk kill all microorganisms. അപ്പം നമുക്ക് ചോദിക്കാമല്ലേ, എന്തിനു വേണ്ടിയാണ് മിൽക്കിനെ നമ്മൾ ഇത്രയും ചൂടാക്കുന്നത്? മെയിൻലി അതിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, നശിപ്പിക്കാനായിട്ട് വേണ്ടിയാണ് അല്ലേ. The milk is then packed in an aseptic package that protect it from the entrance of any microorganism അല്ലേ. ആദ്യം നമ്മുടെ UHT ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുന്നു മിൽക്കിനെ, അതായത് 135 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. മിനിമം ആണ് 135 ഡിഗ്രി സെൽഷ്യസ്, അതിൽ ഹീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി അങ്ങനെ ഹീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ആ മിൽക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അസെപ്റ്റിക് ആയിട്ടുള്ള പാക്കേജിൽ പാക്ക് ചെയ്യുന്നു അല്ലേ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൈക്രോ ഓർഗാനിസംസ് ഒന്നും അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മിൽക്കിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് സാധാരണ ഇപ്പം മിൽക്കൊക്കെ മേടിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത് അല്ലേ. ഒരു 2 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ മിൽക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അല്ലേ, 3 ദിവസമൊക്കെ. അല്ലാതെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരിക്കലും മിൽക്കിനെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും, ഒരു ദിവസം അല്ല, എനിക്കൊന്നൊരു ഹാഫ് ഡേ ഒക്കെ ആകുമ്പോഴേ മിൽക്കിൻ്റെ ടെക്സ്ചർ മാറിത്തുടങ്ങും. പക്ഷേ ഈ UHT മിൽക്ക് ആണെങ്കിൽ അതെന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, റെഫ്രിജറേഷൻ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ UHT മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിങ് നടക്കുന്ന മിൽക്കാണ്. ഇതിലെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്കിനെ ഒരു 135 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നു. എന്തിനു വേണ്ടി, അതിലെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കില്ല് ചെയ്തതിന് ശേഷം ഈ മിൽക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അസെപ്റ്റിക് പാക്കേജിൽ പാക്ക് ചെയ്യുന്നു. അതുവഴി വീണ്ടും എന്നത്തിലേക്ക് എന്ത് ചെയ്യില്ല, മൈക്രോ ഓർഗാനിസംസ് ഒന്നും എൻറ്റർ ചെയ്യില്ല. ആൻഡ് ഫൈനലി നമുക്ക് ഈ UHT മിൽക്കിനെ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു എത്ര മന്ത്സ് വേണമെങ്കിലും റെഫ്രിജറേഷൻ ഇല്ലാതെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണല്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് ജെലാറ്റേഷനാണ് ഇതിൻ്റെ ഒരു പോരായ്മ. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് ഏജ് ജെലാറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് വോളിമിനസ് 3-dimensional പ്രോട്ടീൻ നെറ്റ്വർക്ക് ദാറ്റ് കോസസ് മിൽക്ക് ടു ലൂസ് ഫ്ലൂയിഡിറ്റി. മിൽക്കിന് ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടല്ലേ, മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലൂയിഡിറ്റി. ഈ ഒരു ഫ്ലൂയിഡിറ്റി എന്ത് ചെയ്യുന്നു, ലോസ് ആയി പോവാനായിട്ട് അല്ലെങ്കിൽ അത് കുറയാനായിട്ട് കാരണമാകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഏജ് ജെലാറ്റേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ, ഏജ് ജെലേഷൻ എന്ന് വിളിക്കുന്നത്.
This problem is major concern because onset of gelation limit the storage life of UHT milk അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിൽക്കിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം നാൾ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലാണ്ട് ആയിപ്പോവും. സോ ഏജ് ജലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഏജ് ജലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-dimensional പ്രോട്ടീൻ നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ട് മിൽക്കിൻ്റെ ഫ്ലൂയിഡിറ്റി എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് ഏജ് ജലേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് UHT മിൽക്ക് എന്ന് ക്ലിയർ ആയല്ലോ അല്ലേ. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ മേജർ ഡിഫക്റ്റ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ UHT മിൽക്ക് ഡ്യൂറിങ് സ്റ്റോറേജ്. സ്റ്റോറേജിൻ്റെ സമയത്ത് UHT മിൽക്കിന് എന്ത് ഡിഫക്റ്റാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർ ഡാർക്കനിങ് അല്ല, ഏജ് ജലേഷനാണ്. ഏജ് ജലേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഫ്ലൂയിഡിറ്റി കുറയുന്ന ആ ഒരു പ്രോസസ്സാണ് ഏജ് ജലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. During cheddar cheese manufacture, Rennet split the capsaicin at the junction of phenylalanine histidine, methionine lysine, histidine lysine, phenylalanine methionine. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, നമ്മൾ പലതരത്തിലുള്ള ചീസുകൾ പഠിക്കുന്നുണ്ട് അല്ലേ ഡയറി സയൻസിൽ. അപ്പോൾ അതിൽ ചെഡാർ ചീസിൻ്റെ മാനുഫാക്ചർ സമയത്ത് നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചീസ് മാനുഫാക്ചറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈമാണ് റെന്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെന്നറ്റ് കാപ്പാക്കസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏത് ജംഗ്ഷനിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കിയേ, കൈമോസിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടല്ലേ. കൈമോസിൻ എന്ന് പറയുന്നത് നമ്മുടെ റെന്നറ്റിലെ ഒരു മേജർ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു കീ കമ്പോണൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. എന്ത്? കൈമോസിൻ. ആരിലെ കമ്പോണൻ്റ് ആണ്? റെന്നറ്റിലെ കമ്പോണൻ്റ് ആണ്. ഇതെന്ത് ചെയ്യുന്നു? കെസീനെ ഇൻറ്റു അല്ലേ സ്പ്ലിറ്റ് കെസീൻ ഇൻറ്റു ഇൻസോലിബിൾ പെപ്റ്റൈഡ് അല്ലെങ്കിൽ പാരാകപ്പാകെസീൻ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് വാട്ടർ സോലുബിൾ ഗ്ലൈക്കോ മാക്രോ പെപ്റ്റൈഡ് ആക്കിയിട്ടും മാറ്റുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ കൈമോസിൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫൗണ്ട് ഇൻ റെന്നറ്റ് അല്ലെ. റെന്നറ്റിലെ ഒരു കീ ഫാക്ടറാണ് നമ്മുടെ കൈമോസിൻ എന്ന് പറയുന്നത്. ദാറ്റ് സ്പ്ലിറ്റ് കപ്പാക്കസിൻ ഇൻറ്റു ഇൻസോലിബിൾ പെപ്റ്റൈഡ് അല്ലേ. കപ്പാക്കസിനെ ഇൻസോലിബിൾ പെപ്റ്റൈഡും വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഗ്ലൈക്കോ മാർക്കോ പെപ്റ്റൈഡായിട്ടും കൺവേർട്ട് ചെയ്യുന്നു. Chymosin is the key component of rennet and responsible for the degradation of casein protein അല്ലേ. അപ്പോൾ ഈ കൈമോസിൻ ആണ് മെയിൻലി കെസീൻ പ്രോട്ടീൻ്റെ ഡീഗ്രേഡേഷന് സഹായിക്കുന്നത്. അതിനെ എങ്ങനെയാണ് ഡിഗ്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ദ ഡിസ്ട്രപ്ഷൻ ഓഫ് എ കൊവാലൻ്റ് പെപ്റ്റൈഡ് ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഫിനൈൽ ആൻഡ് മെഥിനോൺ അല്ലേ. അതായത് കൊവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അവ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള കൊവാലൻ്റ് ബോണ്ട് ഡിസ്ട്രപ്ഷൻ മൂലമാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഡ്യൂറിങ് ചെഡാർ ചീസ് മാനുഫാക്ചറിങ് റെന്നറ്റ് സ്പ്ലിറ്റ് ദ കാപ്പാക്കസിൻ അറ്റ് ദ ജംഗ്ഷൻ ഓഫ്. കാപ്പാക്കസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏത് ജംഗ്ഷനിലാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ആൻസറാണ് എന്തെന്ന് പറയുന്നത്, ഫിനൈൽ അലനിൻ മെത്തിയോണിൻ ആ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ. ഇത് ക്ലിയർ ആയല്ലോ. അതായത് റെന്നറ്റിലെ മെയിൻ കണ്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കൈമോസിൻ അല്ലേ. ഈ കൈമോസിൻ എന്ത് ചെയ്യുന്നു, കൈമോസിനാണ് നമ്മുടെ കെസീൻ പ്രോട്ടീൻ്റെ ഡീഗ്രേഡേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീഗ്രേഡേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റപ്ഷൻ ഓഫ് കൊവാലൻ്റ് പെപ്റ്റൈഡ് ബോണ്ട് അല്ലേ. പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ അല്ലെങ്കിൽ കൊവാലൻ്റ് പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ഡിസ്റപ്ഷനാണ് എവിടെയായിട്ട് ഫിനൈൽ മെത്തിയോണിൻ്റെ ബിറ്റ്വീനായിട്ട്. അപ്പം ഇതിൻ്റെ ആൻസർ മനസ്സിലായല്ലോ. ഫിനൈൽ അലനിൻ മെത്തിയോണിൽ വെച്ച് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് കാപ്പാക്കസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് UHT പ്രോസസ്ഡ് മിൽക്ക് ഈസ് അസെപ്റ്റിക്കലി പാക്ക്ഡ് അല്ലേ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു UHT മിൽക്ക് എന്ന് പറഞ്ഞാൽ അൾട്രാ ഹീറ്റ് ടെമ്പറേച്ചർ ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ. ഒരു 135 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലേക്ക് ടെമ്പറേച്ചറിനെ ഹീറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് UHT. ഇതിനു വേണ്ടിയായിരുന്നു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, അസെപ്റ്റിക്കലി പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. പിന്നെ വേറെ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഇതിലേക്ക് എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അതിനെ അസെപ്റ്റിക്കലി പാക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്കിങ്
എന്താ ചോദിച്ചിരിക്കുന്നത്, അറ്റ് ഏതൊരു ടെമ്പറേച്ചറിലാണ് പാക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? UHTയിൽ ഹീറ്റ് ചെയ്യുന്നത് 135 ആണ്. അതിനുശേഷം പാക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. The usual method of stunning cattle is by using. അപ്പോൾ ഇതും ഡയറി സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യൂഷ്വൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് കാറ്റിൽ, സ്റ്റണ്ണിങ് കാറ്റിൽ നമ്മൾ ചെയ്ത യൂഷ്വൽ മെത്തേഡ് ഏതാണ് അല്ലേ? ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ, ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ്, CO2 അനസ്തേഷ്യ, കാർബൺ ഡൈ ഓക്സൈഡ് അനസ്തേഷ്യ, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഇതിലേത് മെത്തേഡാണ് സ്റ്റണ്ണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റണ്ണിങ് എന്ന് മനസ്സിലാക്കണം അല്ലേ. സ്റ്റണ്ണിങ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താ സ്റ്റണ്ണിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആനിമൽസിനെ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇപ്പോൾ ബീഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബീഫ്, ഇപ്പം അനിമൽസ് പറയുകയാണെങ്കിൽ ബീഫ് ആയിക്കോട്ടെ, അങ്ങനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാറുണ്ട് ഫുഡായിട്ട്. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആനിമൽസിനെ കില്ല് ചെയ്യണം അല്ലേ. കില്ല് ചെയ്തിട്ടാണ് നമ്മൾ അവയെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആനിമൽസിനെ കില്ല് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവരെ എന്ത് ചെയ്യുന്നു, കോൺഷ്യസ് അല്ലാതെ ആക്കുന്നു അല്ലെ, അൺകോൺഷ്യസിലേക്ക് കടത്തിവിടുന്നു. കാരണം എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേടി അല്ലെ, നമ്മൾ കൊല്ലാൻ പോകുമ്പോൾ ഉള്ളൊരു പേടി, ആങ്സൈറ്റി, അല്ലെങ്കിൽ ആ ഒരു വേദനയൊക്കെ അതിന് അറിയും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ആനിമൽസിനെ ഒരു അൺകോൺഷ്യസ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റണ്ണിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റണ്ണിങ് എന്തെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക്കൽ മെത്തേഡ് ഓഫ് മേക്കിംഗ് ആനിമൽ ഇമ്മൊബൈൽ ഓർ അൺകോൺഷ്യസ് അല്ലേ. അൺകോൺഷ്യസ് ആക്കുന്നു ആനിമൽസിനെ, അല്ലെങ്കിൽ ഇമ്മൊബൈൽ ആക്കുന്നു. മൊബൈൽ അതായത് നടക്കാനാവാത്ത ഒരു നിശ്ചല അവസ്ഥയിലേക്ക് ആക്കി വിടുന്നു അല്ലേ. വിത്ത് ഓർ വിത്തൗട്ട് കില്ലിങ് ദം, ഒന്നെങ്കിൽ ചിലപ്പോൾ അതിനെ കൊല്ലും, അല്ലെങ്കിൽ അതിനെ കൊല്ലാതെ അല്ലേ. എങ്ങനെയായിരിക്കും, നമ്മുടെ സ്ലഗ്റ്ററിങ് പ്രോസസ്സിൻ്റെ സമയത്ത് അല്ലേ, അല്ലെങ്കിൽ ആ അറക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിലാണ് നമ്മളിത് ചെയ്യാറുള്ളത് അല്ലേ. ഇൻ എ വേ സ്ലഗ്റ്ററിങ് ദെയർ ആഫ്റ്റർ കോസ് നോ ഫിയർ ഓർ പെയിൻ ടു ദി ആനിമൽസ് ദെയർ ആർ 2 മെത്തേഡ്സ് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആനിമൽസിന് ആ ഒരു പ്രൊസീജിയർ അല്ലേ, അറക്കുന്ന ആ ഒരു പ്രൊസീജിയറിൻ്റെ സമയത്ത് അതിന് പെയിനോ ആങ്സൈറ്റിയോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനെ ഇമൊബൈൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് അവസ്ഥയിലേക്ക് ആക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, സ്റ്റണ്ണിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റണ്ണിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാമല്ലേ. അപ്പോൾ അവരെ അൺകോൺഷ്യസ് ആക്കാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെക്കാനിക്കൽ സ്റ്റണ്ണിങ്ങും സെക്കൻഡ് ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ്ങും. അപ്പോൾ 2 മെത്തേഡ്സ് വഴിയാണ് സ്റ്റണ്ണിങ് ചെയ്യുന്നത്. ഒന്ന് മെക്കാനിക്കൽ സ്റ്റണ്ണിങ്ങും ഉണ്ട്, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മെക്കാനിക്കൽ സ്റ്റണ്ണിങ് നോക്കാം. മെക്കാനിക്കൽ സ്റ്റണ്ണിങ് ഓഫ് കാറ്റിൽ മേ ബി ക്യാരിഡ് ഔട്ട് ബൈ 3 മെത്തേഡ്സ് ദാറ്റ് ആർ ക്യാപ്റ്റീവ് ബോൾട്ട് സ്റ്റണ്ണിങ്. നമ്മൾ മെക്കാനിക്കലി നമുക്ക് 3 രീതിയിൽ ചെയ്യാം അല്ലേ. ക്യാപ്റ്റീവ് ബോൾട്ട് സ്റ്റണ്ണിങ്, മഷ്റൂം ഹെഡ് പ്രോസസ്സിങ് പ്രക്യൂസീവ് സ്റ്റണ്ണിങ് ആൻഡ് ന്യൂമാറ്റിക് പ്രക്യൂസീവിങ് സ്റ്റണ്ണിങ്. അപ്പം ഇങ്ങനെ 3 രീതിയിലാണ് മെയിൻലി മെക്കാനിക്കൽ സ്റ്റണ്ണിങ് നടത്തുന്നത്. ഫോർ കാറ്റിൽ ന്യൂമാറ്റിക് സ്റ്റണ്ണിങ് ഷുഡ് ബി പ്രിഫേർഡ് അല്ലേ. കാറ്റിൽസ് ആണെങ്കിൽ ഈ ന്യൂമാറ്റിക് സ്റ്റണ്ണിങ് പ്രിഫർ ചെയ്യാറുണ്ട്. ഇഫ് ആൻ ആനിമൽ ഷോ ദ സൈൻ ഓഫ് റീഗെയിനിങ് കോൺഷ്യസ് ആഫ്റ്റർ ദ ഇനിഷ്യൽ സ്റ്റൺ, ദ ആനിമൽ മസ്റ്റ് ബി ഇമ്മീഡിയറ്റ്ലി കിൽഡ് ബൈ ദ യൂസ് ഓഫ് എ ക്യാപ്റ്റീവ് ബോൾട്ട് ഗൺ. അപ്പം നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൻ്റെ സമയത്ത് നമ്മുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റണ്ണിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ആനിമൽ കോൺഷ്യസ് ആവുകയാണ് എങ്കിൽ അതിനെ അപ്പം തന്നെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ എ ക്യാപ്റ്റീവ് ബോൾട്ട് ഗൺ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ് മെത്തേഡ്സിൽ ഇലക്ട്രിക്കൽ ഹെഡ് സ്റ്റണ്ണേഴ്സ് മേ ബി പ്രിഫേർഡ് ഫോർ ഷീപ്പ് ആൻഡ് ഗോട്ട്. ഈ ഇലക്ട്രിക്കൽ മെത്തേഡ്സ് നമ്മൾ ഷീപ്പിനെയും ഗോട്ടിനെയും ഒക്കെ അതിനെയൊക്കെ സ്റ്റൺ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. വെയർ ബോത്ത് ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ ഹെഡ് റീജിയൻ അല്ലേ. 2 ഇലക്ട്രോഡ്സും അതിൻ്റെ ഹെഡ് റീജിയണിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ടർ ബാത്ത് ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ് മേ ബി യൂസ്ഡ് ഫോർ പൗൾട്രി ബേർഡ്സ്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലേ, ബേർഡ്സ് നമ്മുടെ ഹെന്ന്, ഡക്ക് പോലെയുള്ള ആ ബേർഡ്സിനെ സ്റ്റണ്ണ് ചെയ്യാനാണെങ്കിൽ വാട്ടർ ബാത്ത് ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ് മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ എ ലോ ആൻഡ് കൺട്രോൾഡ് വോൾട്ടേജ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് സോ ദാറ്റ് ദ സ്റ്റണ്ണിങ് വിൽ നോട്ട് ഡാമേജ് ദ ഹേർട്ട് ആൻഡ് ബ്രെയിൻ ഓർ കോസ് എനി ഫിസിക്കൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് ടു ദി ആനിമൽസ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ ഈ ഒരു സ്റ്റേൺ ചെയ്യുന്ന സമയത്ത്
വളരെ ലോ വോൾട്ടേജ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം അതിന് എന്തെങ്കിലും ബ്രെയിൻ ഡാമേജോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മെയിൻലി സ്റ്റണ്ണിങ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇങ്ങനെ അറക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ്. അല്ലാതെ മെയിൻ ടൈമിൽ നമുക്ക് അതിനെ അൺകോൺഷ്യസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വരുന്ന സമയത്തും എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു സ്റ്റേണിങ് പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഇമ്മൊബൈൽ ആക്കുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ യൂഷ്വൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് കാറ്റിൽ, അല്ലേ? കാറ്റിലിനെ സ്റ്റൺ ചെയ്യാനുള്ള യൂഷ്വൽ മെത്തേഡ് ഏതാണ്? നമ്മൾ കാറ്റിൽസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ക്യാപിറ്റീവ് ബോൾട്ട് പിസ്റ്റൽ സ്റ്റണ്ണിങ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ? ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഷീപ്പിനും ഗോട്ടിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ റെയറായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. CO2 അനസ്തേഷ്യ അല്ല, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ കറക്റ്റ് ആൻസർ ക്യാപിറ്റീവ് ബോൾട്ട് പിസ്റ്റലാണ്. അപ്പോൾ സ്റ്റണ്ണിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഇമ്മൊബൈൽ ആക്കുക, അല്ലേ? അത് പല സാഹചര്യത്തിലാവും. മെയിൻലി നമ്മൾ ആനിമൽസിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും സർജറീസോ കാര്യങ്ങളോ ഒക്കെ വരുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു സ്റ്റണ്ണിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന് മെയിൻലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ മെത്തേഡാണ്. അപ്പം നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൈറ്റമിൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ എഗ്ഗ്? അപ്പം നമുക്കറിയില്ല, നമ്മൾ കുഞ്ഞു കുട്ടിയായിരിക്കും മുമ്പിൽ നമ്മളോട് ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും എപ്പോഴും പറയുന്ന കാര്യമാണ്, അല്ലെ? മുട്ട കഴിക്കണം, അല്ലെ? എഗ്ഗ് കഴിക്കണം, എഗ്ഗ് വളരെ ന്യൂട്രീഷ്യസ് ആണ്, എല്ലാ വൈറ്റമിൻസും നമുക്ക് കിട്ടും, എഗ്ഗ് എന്നും കഴിക്കണം, ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണെന്നൊക്കെ നമ്മളോട് ഡോക്ടേഴ്സും വീട്ടുകാരും ഒക്കെ പറയാറുണ്ട്. എന്നാൽ എഗ്ഗിൽ എല്ലാ വൈറ്റമിൻസും ഇല്ല, അല്ലേ? എഗ്ഗിൽ ഇല്ലാത്ത ഒരു വൈറ്റമിൻ ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി. അപ്പോൾ ഇവയിൽ ഏതാണ് എഗ്ഗിൽ ഇല്ലാത്ത വൈറ്റമിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഏതായിരിക്കും എഗ്ഗിൽ ഇല്ലാത്ത വൈറ്റമിൻ? ദ എഗ് ആൻഡ് മോർ പ്രിസൈസ്ലി ദ എഗ് യോക്ക്, അല്ലേ? മെയിൻലി എഗ്ഗിൻ്റെ യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്, അല്ലേ? ദറ്റ് കണ്ടെയ്നിങ് ഓൾ വൈറ്റമിൻസ്. നമുക്ക് എന്തൊക്കെ വൈറ്റമിൻ ഉണ്ട് ആ എല്ലാ വൈറ്റമിൻസും ആ എഗ്ഗ് യോക്കിനുള്ളിൽ കാണും. എക്സെപ്റ്റ്, അല്ലേ, ഒരാൾ മാത്രമില്ല, വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ മാത്രമേ എവിടെയില്ല? നമ്മുടെ എഗ്ഗിൽ ഇല്ല. വൈറ്റമിൻ സി മെയിൻലി നമ്മൾ എവിടെയാണ് കാണുന്നത്? സിട്രസ് ഫ്രൂട്ട്സുകളിലാണ്, അല്ലേ? ഓറഞ്ചും അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, ലെമണ്, അതിലൊക്കെയാണ് എന്ത് കാണുന്നത്? നമ്മൾ മെയിൻലി വൈറ്റമിൻ സി കാണുന്നത്, അല്ലേ? സ്ട്രോബെറീസിലും ബ്ലാക്ക് കറണ്ടിലും ഒക്കെ നമുക്ക് വൈറ്റമിൻ സി കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? എഗ്ഗിൽ കാണാത്ത വൈറ്റമിൻ, അല്ലേ? അല്ലെങ്കിൽ എഗ്ഗിൽ ഇല്ലാത്ത വൈറ്റമിൻ ഏത് എന്നുള്ളതായിരുന്നു. മെയിൻലി വൈറ്റമിൻ എ എഗ്ഗിലുണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. ഈ വൈറ്റമിൻസ് എല്ലാം എഗ്ഗിൽ റിച്ച് ആയിട്ടുണ്ടല്ലേ. എഗ്ഗിലില്ലാത്തതാരാണ്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല, എഗ്ഗിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇത് മെയിൻലി സിട്രസ് ഫ്രൂട്ടുകളിലാണ് വൈറ്റമിൻ സി കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, അല്ലേ? നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അല്ലേ? ഏതാണ് മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ടൈനിയാസിസ്, ടോക്സോപ്ലാസ്മോസിസ്, സാർക്കോസൈറ്റിസ്, സാൽമണല്ലോസിസ്. ഇതിലേതാണ് മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അല്ലേ? ശ്രദ്ധിക്കണം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ഡിസീസും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഈറ്റിംഗ് റോ ആൻഡ് അണ്ടർ കുക്ക്ഡ് മീറ്റ് ആൻഡ് പൗൾട്രി ക്യാൻ മേക്ക് യു സിക്ക്, അല്ലേ? അപ്പം നമ്മൾ എല്ലാവരും മീറ്റ് അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. അതിപ്പം ആനിമൽസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ ആയിക്കോട്ടെ മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ കഴിക്കുന്ന മിൽക്ക് മസ്റ്റ് ബി എന്തായിരിക്കണം? നല്ല രീതിയിൽ കുക്ക്ഡ് ആയിരിക്കണം, അല്ലേ? അല്ലാതെ പച്ചയ്ക്ക് റോ ആയിട്ടുള്ള മീറ്റോ അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റോ ആണ് കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. Meat include beef, pork, lamb and goat. Some germs commonly found in meat, അല്ലേ? അപ്പോൾ ഈ മീറ്റിൽ, അല്ലേ, മീറ്റിൽ മെയിൻലി നമുക്ക് കുറച്ച്
മൈക്രോബ്സിനെ കാണാനായിട്ട് സാധിക്കും. സാൽമൊണല്ല, എസ്തിരിഷ്യ കോലി ആൻഡ് എർസീനിയ, ഇതൊക്കെ മീറ്റിൽ ഓൾറെഡി ഉള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇതൊന്നും അത്ര നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് നല്ലതല്ല. പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവയൊക്കെ എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ആയി പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പം സാൽമണലോസിസ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻഫെക്ഷൻ വിച്ച് ഈസ് വിത്തിൻ ദ ബാക്ടീരിയ കോൾഡ് സാൽമൊണല്ല അല്ലേ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ സാൽമണലോസിസ് ഉണ്ടായിരുന്നു അല്ലേ. അതെന്താണ്, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. കോസ് ചെയ്യുന്നത് ആരാണ്, സാൽമൊണല്ല ബാക്ടീരിയ. മീറ്റിലെ മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ള സാൽമൊണല്ല, മീറ്റിൽ ധാരാളം കാണപ്പെടുന്ന സാൽമൊണല്ല ബാക്ടീരിയയാണ് എന്ത് കോസ് ചെയ്യുന്നത്, സാൽമൊണലോസിസ് കോസ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻ ഈസ് യൂഷ്വലി കോസ്ഡ് ബൈ ഈറ്റിംഗ് റോ ഓർ അണ്ടർ കുക്ക്ഡ് മീറ്റ് അല്ലേ. അപ്പോൾ മെയിൻലി ഈ ഒരു ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ റോ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്നത് മൂലമാണ് ഈ സാൽമൊണലോസിസ് ഉണ്ടാവുന്നത്. അതിപ്പം മീറ്റ് എന്നല്ല, പൗൾട്രി, എഗ്ഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഇവയൊക്കെ അണ്ടർ കുക്ക്ഡ് ആയിട്ട് അല്ലെങ്കിൽ റോ ആയിട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യന് മീറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഏതെന്നായിരുന്നു അല്ലേ. അപ്പം മീറ്റിൽ മെയിൻലി കാണപ്പെടുന്ന ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോബ്സ് ആണ് സാൽമൊണല്ല, ഇക്കോലി, എർസീനിയ. അതിൽ സാൽമൊണല്ല കോസ് ചെയ്യുന്ന ഡിസീസാണ് സാൽമൊണലോസിസ് അല്ലേ. ആ ഒരു ഇൻഫെക്ഷൻസ് മെയിൻലി അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്നത് മൂലം. നെക്സ്റ്റ് അല്ലേ, ടീരിയാസിസ് in human is a parasitic infection caused by the tapeworm species Taenia saginata, beef tapeworm അല്ലേ. മെയിൻലി ഇതും എന്താണ്, മീറ്റിൽ നിന്നും കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. പക്ഷേ ഈ ഡിസീസ് കോസ് ചെയ്യുന്നത് ആരാണ്, പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ് അല്ലേ. ഇതൊരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത് അതും എന്താണ്, മീറ്റിൽ നിന്ന് തന്നെ കോസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് കോസ് ചെയ്യുന്നത് എഗെയിൻ ഒരു പ്രോട്ടോസോവൻ ആണ് അല്ലേ, പ്രോട്ടോസോവൻ ഡിസീസാണ്. ഇനി സാർക്കോസൈറ്റോസിസും എന്താണ്, ഡിസീസ് കോസ്ഡ് ബൈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാരസൈറ്റ് സാർക്കോസൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് ബാക്ടീരിയൽ ഡിസീസ് ആയിരുന്നു അല്ലേ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഏത് എന്നുള്ളതായിരുന്നു. ഇതിൽ ബാക്കിയെല്ലാം എന്താണ് കോസ് ചെയ്യുന്നത്, ഒരു പാരസൈറ്റ് അല്ലെങ്കിൽ പ്രോട്ടോസോവൻസ് ആണ് കോസ് ചെയ്യുന്നത്. ഇവിടെ ബാക്ടീരിയ സാൽമൊണല്ല കോസ് ചെയ്യുന്ന സാൽമൊണലോസിസ് മാത്രമാണ് മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ. സോ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, എ ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ് അല്ലേ. എന്താണ് ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കണം ആദ്യം. എന്നിട്ടാണ് അതിനകത്ത് ഇതിൽ ഏതാണ് ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ്, സോസേജ്, ബാക്കോൺ, കീമ, കട്ട്ലറ്റ്. അപ്പം ഇതിലേതാണ് ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ് ഏതെന്ന് നോക്കാം. അപ്പം ആദ്യം എന്താണ് ക്യൂർഡ് മീറ്റ് എന്ന് അറിയണം അല്ലേ. A cured meat product, that is a product that have been treated with sodium chloride and nitrate along with several other ingredients അല്ലേ. അപ്പോൾ ക്യൂർഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ആ മീറ്റ് എന്തിനുമായിട്ട് ട്രീറ്റ് ചെയ്യും, സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പുണ്ടല്ലേ, സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നൈട്രേറ്റും. അതുകൂടാതെ മേജർ അതല്ലാത്ത കുറേയധികം ഇൻഗ്രീഡിയൻസും ഉണ്ട്. പക്ഷേ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോഡിയം ക്ലോറൈഡും നൈട്രേറ്റും ആയിരിക്കും അല്ലേ. എന്നിട്ട് ഇതിൽ ട്രീറ്റ് ചെയ്തിട്ട് ചിലതിന് എന്ത് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നവയുമുണ്ട്, ചിലത് അൺകുക്ക്ഡും ഉണ്ട്, ചിലത് കുക്ക്ഡും ഉണ്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ ഫിഷിൽ തന്നെ ചില ഫിഷുകളൊക്കെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കും അല്ലേ, എന്ത് ചെയ്യുന്നു, സോൾട്ടിനകത്ത് വെച്ചിട്ട് ഡ്രൈ ഫിഷായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അതേ സെയിം, അത് ചിലത് സെയിം തന്നെയാണ് മീറ്റിൻ്റെ കേസിലും ഇവിടെ പറയുന്നത്. നമ്മുടെ ഉണക്കമീനൊക്കെ പോലത്തെ സംഭവങ്ങളില്ലേ, സെയിം സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യുക അല്ലേ. കുക്ക്ഡ് ആയിട്ടുള്ളവയുണ്ട്, അൺകുക്ക്ഡ് ആയിട്ടുള്ളവയുമുണ്ട്. അൺകുക്ക്ഡ് എക്സാമ്പിളാണ് ബാക്കോണ്, ഡ്രൈ ഹാം പോലെയുള്ള പ്രൊഡക്റ്റ്. കുക്ക്ഡ് മീറ്റാണ് അല്ലേ ലഞ്ചോൺ മീറ്റ്സും ഫ്രാങ്ക് ഫ്രൂട്ട്സും ഒക്കെ.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, എ ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ് ഏതെന്നാണ്. ക്യൂർഡ് എന്ന് പറയുന്ന ടേം ഇപ്പം നമുക്ക് പരിചയമുണ്ടല്ലേ. എന്തായിരുന്നു ക്യൂർഡ് എന്ന് പറയുന്ന ടേം? ആ മീറ്റിനെ നമ്മൾ സോഡിയം ക്ലോറൈഡും നൈട്രേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നു. അതുകൂടാതെ വേറെ മൈനർ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പക്ഷേ മേജർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ സോഡിയം ക്ലോറൈഡും ഈ നൈട്രേറ്റും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റാണ് ബാക്കോൺ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിളിനകത്തുണ്ടല്ലോ അൺകുക്ക്ഡ് ആയിട്ടുള്ള ക്യൂർഡ് മിൽക്ക് പ്രൊഡക്റ്റാണ് ബാക്കോൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ദ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് എഗ് യൂസിങ് സോഡിയം സിലിക്കേറ്റ് അല്ലേ. അപ്പം നമുക്കറിയാം ഈ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് എഗ്ഗ് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം എഗ്ഗിനെ സോഡിയം സിലിക്കേറ്റിൽ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ആ മെത്തേഡിനെ എന്ത് പേര് വിളിക്കുമെന്നാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. തെർമൽ പ്രോസസ്സിങ്, വാട്ടർ ഗ്ലാസ് മെത്തേഡ്, ലൈം സീലിംഗ്, ഓയിൽ കോട്ടിംഗ്. അപ്പം നമുക്ക് തെർമൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലുമൊക്കെ ഹീറ്റ് പ്രോസസ്സിങ് ആയിരിക്കും അല്ലേ. വാട്ടർ ഗ്ലാസ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ടർ ഗ്ലാസ് മെത്തേഡ് എന്ന് പറയുന്നത് എഗ് കുഡ് ബി സ്റ്റോർഡ് ഫോർ മന്ത് അല്ലേ. എഗ്ഗ് വളരെയധികം മാസങ്ങൾ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ഉള്ളൊരു മേജർ മെത്തേഡാണ് വാട്ടർ ഗ്ലാസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ലിറ്റിൽ റിസർച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ നെസസറി പ്രൊഡക്റ്റ് ഐദർ എ സോഡിയം സിലിക്കേറ്റ് പൗഡർ ഓർ എ സൊല്യൂഷൻ വാസ് സോൾഡ് അറ്റ് ഫാർമസി. നമുക്ക് ഫാർമസീസിലൊക്കെ കിട്ടുന്ന ഒരു പൗഡർ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ് സോഡിയം സിലിക്കേറ്റ് എന്ന് പറയുന്നത്. ഒരു പേൾ യെല്ലോ കളറിലുള്ള ഒരു ഓർഡർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ഈ ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, മിക്സ്ഡ് വിത്ത് വാട്ടർ അല്ലേ. ഇത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഏത് റേഷ്യോയിൽ? 1:9 റേഷ്യോയിൽ സോഡിയം സിലിക്കേറ്റ് പ്ലസ് വാട്ടർ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് നമ്മുടെ എഗ്ഗുകൾ ഇട്ടിട്ട് സൂക്ഷിക്കുകയാണ് അല്ലെ. ഒരു കണ്ടെയ്നറിലോ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോ ഒക്കെ പ്ലേസ് ചെയ്തിട്ട് എഗ്ഗ് സൂക്ഷിക്കുകയാണ് മെയിൻലി ചെയ്യുന്നത്. ഇതാണ് എഗ്ഗ് പ്രിസർവ് ചെയ്യാനുള്ളൊരു മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ മെത്തേഡാണ് വാട്ടർ ഗ്ലാസ് മെത്തേഡ്. വാട്ടർ ഗ്ലാസ് മെത്തേഡിൽ ചെയ്യുന്നത് വാട്ടർ പ്ലസ് സോഡിയം സിലിക്കേറ്റ് പൗഡർ ആയിരിക്കും. ഇനി ഇത് കൂടാതെ വേറെ മെത്തേഡ്സ് ഉണ്ട്. ഫ്രീസിങ് ചെയ്യാം അല്ലേ. നമുക്ക് ഫ്രീസറിൽ എഗ്ഗ് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റിംഗ് ചെയ്യാം. ഇതൊക്കെ അനദർ മെത്തേഡ്സ് ഓഫ് എഗ് പ്രിസർവേഷൻ ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടല്ലേ, സോഡിയം സിലിക്കേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എഗ്ഗിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോഡിയം സിലിക്കേറ്റ് ഉപയോഗിച്ച് എഗ്ഗിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ് വാട്ടർ ഗ്ലാസ് മെത്തേഡാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.